ബാങ്കിലെ അക്കൗണ്ട് സ്റ്റേറ്റ്മെന്റിലെ കൊടുത്ത് ഞാൻ പറഞ്ഞതല്ലേ ആപ്പ് വഴി കളക്ട് ചെയ്ത പൈസ അത് പുറത്ത് കൊടുത്തു. ആ പുറത്ത് കംപ്ലീറ്റ് അതിന്റെ ഡീറ്റെയിൽസ് പറഞ്ഞു. അതിന്റെ സ്റ്റേറ്റ്മെന്റ് നോക്കിക്കോ നിങ്ങൾ. വിഡ്രോ ചെയ്തേക്കണതിന്റെ കറക്റ്റാണ്. ആദ്യം ആപ്പുകാർക്ക് കൊടുക്കാനുള്ള പൈസ ഞാൻ സുധാരനോട് വിഡ്രോ ചെയ്തു. പിന്നെ ഇപ്പൊ ഈ സ്ഥലം മേടിക്കാനുള്ള പൈസയും വിഡ്രോ ചെയ്തു. അതിന്റെ അത് ഞങ്ങളെടുത്ത് വീട്ടിൽ കൊണ്ടുപോകാം. വീട് പണിയാൻ KPCC ഫണ്ടിൽ നിന്ന് ACC ഫണ്ടിൽ നിന്നും പൈസ വരും. അല്ല ഇനി പൈസ ഇല്ല, ഇനി പൈസ കളക്ഷൻ ഇല്ല. സുഹൃത്തുക്കളെ, വീട് പണിയാൻ ഇനി കോൺഗ്രസ് ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം രണ്ടാളുകളുടെ കയ്യിൽ നിന്ന് പണം വാങ്ങിക്കുക എന്നതാണ്. ആ രണ്ടാളുകൾ ആരെങ്കിലും വെച്ച് കഴിഞ്ഞാൽ ഒന്ന് KPCC ആണ്, ഒന്ന് AICC ആണ്. കോൺഗ്രസിന്റെ ആ ഒരു രണ്ട് സ്ഥലത്ത് നിന്ന് അല്ലെങ്കിൽ മേഖലയിൽ നിന്ന് പണം കളക്ട് ചെയ്തിട്ട് 150ഓളം പേർക്ക് വീടുകൾ നിർമ്മിച്ചു കൊടുക്കും. മിനിമം ഇപ്പോഴത്തെ ഒരു നിലവാരം അനുസരിച്ചിട്ട് നമ്മുടെ കേരള ഗവൺമെന്റ് നിർമ്മിച്ചു വെച്ച വീട് എന്ന് പറയുന്നത് ഏകദേശം 20 ലക്ഷത്തിന്റെ വീടാണ്. അപ്പോൾ 130 പേർക്കാണ് കോൺഗ്രസ്സുകാർ വീട് വെച്ച് കൊടുക്കാന്ന് പറഞ്ഞിട്ടുള്ളത്. ഇതിനിടയ്ക്ക് ഒരു 300 വീടെന്നോ 330 വീടെന്നോ 350 വീടെന്നൊക്കെ കോൺഗ്രസ്സുകാർ എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു. നമുക്ക് അതിലേക്ക് കടക്കണ്ട. അവരെ ഇപ്പോ അത്ര പിരിച്ചുള്ളൂ, ഇത്ര പിരിക്കാൻ കഴിഞ്ഞില്ലേ എന്നുള്ള ചോദ്യങ്ങൾ ചോദിക്കാതിരിക്കുന്നത് നല്ലതാണ്. ഇപ്പോഴവർ പറഞ്ഞു കഴിഞ്ഞു, ഇദ്ദേഹവും സുധാകരനും കൂടിയിട്ടാണ് എത്ര 9 ലക്ഷം രൂപ എങ്ങാണ്ടൊക്കെ പിൻവലിച്ചിട്ട് ആപ്പുകാർക്ക് കൊടുത്തത്. അത് എന്തൊരു വലിയ ആപ്പായിരുന്നു കേട്ടോ. എന്തായാലും ആപ്പ് കഴിഞ്ഞിട്ട് പിന്നെ ഇവർ ചെയ്ത ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആ ഭൂമി വാങ്ങിക്കലായിരുന്നു. ഭൂമി വാങ്ങിക്കലിൽ തന്നെ അവർക്ക് പിരിഞ്ഞു കിട്ടിയ തുകയേക്കാൾ കൂടുതൽ ചിലവാക്കേണ്ടി വന്നു. നാട്ടുകാരുടെ പൊതുവായിട്ടുള്ള സംശയം ഇതാണ്, ഇത്രേ കിട്ടിയുള്ളൂ ഇതാ ചോദിക്കുന്നത്. അതൊരു ചോദ്യമാണോ ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു ചോദ്യമാണ്. കാരണം ഇന്ത്യയിലെ പ്രബലമായിട്ടൊരു രാഷ്ട്രീയ പാർട്ടിയാണ് കോൺഗ്രസ്. കേരളത്തിൽ തന്നെ നമ്പർ 2 ആണ്. അതായത് 1ാം സ്ഥാനത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിൽക്കുന്നുണ്ടെങ്കിൽ 2ാം സ്ഥാനത്ത് കോൺഗ്രസ് ആണെന്ന് നമുക്ക് എല്ലാവർക്കും വ്യക്തമായിട്ട് അറിയാം. അങ്ങനെ രണ്ടാമത്തെ ഏറ്റവും പ്രബലമായ പാർട്ടിയായിട്ടുള്ള കോൺഗ്രസ് പാർട്ടിക്ക് അത്രയേ പിരിക്കാൻ കഴിഞ്ഞുള്ളൂ എന്നാണ് ഒരു ചോദ്യം ചോദിക്കുന്നത്. അങ്ങനത്തെ ഒരു ചോദ്യത്തിന്റെ ഒരു അർത്ഥമുണ്ട്. തൊട്ടപ്പുറത്ത് ഉള്ള ലീഗുകാര് ഏകദേശം 38 കോടിയോളം രൂപയാണ് ഇതേപോലൊരു ആപ്പ് വഴി അവർ പിരിച്ചുണ്ടാക്കുകയും അതുകൊണ്ട് വീട് നിർമ്മിച്ചു കൊടുക്കുകയും അതിലേക്കുള്ള ഫർണിച്ചർ അടക്കം എത്തിച്ചു കൊടുക്കുകയും ചെയ്തു. ഇങ്ങനെയാണ് ആളുകൾക്ക് ഒരു സംശയം ഉണ്ടായത്. സംശയം എത്രയേ ഉള്ളൂ, 6 കോടി മാത്രമാണോ നിങ്ങൾക്ക് കിട്ടിയേ? നിങ്ങളൊരു വലിയ രാഷ്ട്രീയ പാർട്ടിയല്ലേ, നിങ്ങൾക്ക് ഇത്ര മാത്രമാണോ നിങ്ങൾക്ക് സ്വരൂപിക്കാൻ കഴിഞ്ഞുള്ളൂ? ഇതാണ് നാട്ടുകാരുടെ ഒരു സ്വാഭാവികമായിട്ടുള്ള സംശയം. ആ ഒരു സംശയത്തിന് നമുക്ക് വില കൊടുക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കറിയില്ല. കോൺഗ്രസ്സുകാരുടെയോടൊക്കെ ഉത്തരം ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അത്ര കിട്ടിയുള്ളൂ, നിങ്ങൾക്ക് ഇപ്പൊ എന്താ ചെയ്യാൻ കഴിയുക എന്നൊക്കെ ചോദിക്കുക. ആപ്പ് എവിടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആപ്പും കാണാനില്ല. ഇതേപോലെ ഇങ്ങനെ തള്ളി തള്ളി ഇങ്ങനെ നീക്കിക്കൊണ്ടേ ഇരിക്കുകയാണ്. ആപ്പിനെ കുറിച്ച് നമുക്ക് കുറച്ചു കാലം കഴിഞ്ഞാൽ ആപ്പ് എവിടെയാണെന്നൊക്കെ മറ്റു വിവരങ്ങൾ കിട്ടുമെന്ന് വിചാരിക്കാം. ഇപ്പോഴിതാ ഇത്രയോ വലിയ തുക വേണം ഇനിയും ഈ ഒരു വീട് നിർമ്മിക്കാൻ. കാരണം ഒരു വീട്ടുകാർക്ക് തന്നെ മിനിമം 20 ലക്ഷത്തിന്റെ വീടായിരിക്കണം കൊടുക്കേണ്ടത്. കാരണം അതാണ് ഇപ്പൊ നമ്മുടെ മുൻപിൽ ഒരു മാതൃക. ആ മാതൃകയിൽ നിന്ന് താഴോട്ട് പോകാൻ നമുക്കിനി പറ്റില്ല, സ്വാഭാവികമായിട്ടും ആർക്കും പറ്റില്ല. ഇനി നമ്മുടെ നാട്ടിൽ ഇത്തരം വല്ല ദുരിതങ്ങളോ മറ്റോ ഉണ്ടാവുകയാണെങ്കിൽ അവർക്ക് ഇങ്ങനെ ഗവൺമെന്റോ വല്ല സംഘടനകളോ വീട് വെച്ച് കൊടുക്കുകയാണെങ്കിൽ ഇപ്പൊ നിലവിൽ വെച്ച് കൊടുത്തിട്ടുള്ള വീടിനേക്കാൾ ആ ഒരു രീതിയേക്കാൾ മെച്ചപ്പെട്ടതാകാനേ ഇനി വഴിയുള്ളൂ എന്നുള്ളതാണ്. അങ്ങനത്തെ ഒരു മാതൃക ഇവിടെ നിർമ്മിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും കോൺഗ്രസ്സുകാർ ഇനി വെച്ചു കൊടുക്കാൻ പോകുന്ന വീടിന് മിനിമം ഒരു 20 ലക്ഷം എങ്കിലും വേണം. അങ്ങനെയാണെങ്കിൽ ഇവര് പറഞ്ഞിട്ടുള്ള 300 വീടുകൾക്ക് എത്ര കോടികൾ വേണമെന്നൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കുക. ഇനി അതിലേക്കുള്ള എല്ലാത്തരം ഫേർണിച്ചറും മറ്റും കൂടി കൊടുക്കാൻ ഇവർ തീരുമാനിക്കുകയാണെങ്കിൽ എത്ര കോടിയായിരിക്കും ഇനി വേണ്ടെന്ന് തീരുമാനിച്ചിരിക്കുക. അത്രയും കോടി രൂപ ഇവര് ആരിൽ നിന്നും വാങ്ങിക്കാൻ പോകുന്നില്ല എന്നാണ് ഇപ്പോൾ പറയുന്നത്. നിങ്ങളത് കേട്ടതാണ്, വേണമെങ്കിൽ ഒന്നുകൂടി ഒന്ന് കേട്ടോളൂ. സ്ഥലം മേടിക്കാനുള്ള പൈസയും വിഡ്രോ ചെയ്തു. അതിന്റെ അത് ഞങ്ങളെടുത്ത് വീട്ടിൽ കൊണ്ടുപോകാം. വീട് പണിയാൻ KPCC ഫണ്ടിൽ നിന്ന് ACC ഫണ്ടിൽ നിന്നും പൈസ വരും. അല്ല ഇനി പൈസ ഇല്ല, ഇനി പൈസ നാട്ടുകാരിൽ നിന്ന് പിരിക്കലില്ല. KPCC ഫണ്ടിൽ നിന്നും AICC ഫണ്ടിൽ നിന്നും പൈസ തരുമെന്നാണ് വളരെയധികം ആർജവത്തോടെ ധൈര്യത്തോടെ ഇദ്ദേഹം പറയുന്നത്. ഇങ്ങനെ 300 പേർക്ക് അല്ലെങ്കിൽ 350 പേർക്ക് വീട് നിർമ്മിക്കാനുള്ള പൈസ KPCCയുടെ കയ്യിലും AICCയുടെ കയ്യിലും ഉണ്ടായിരുന്നുവെങ്കിൽ പിന്നെന്തിനാണ് ഇവർ ആപ്പ് നിർമ്മിക്കുകയും അതുവഴി പൈസ പിരിക്കുകയും ചെയ്തത്? കാരണം ഇതുവഴി ആകെ അവർക്ക് പിരിച്ചെടുക്കാൻ കഴിഞ്ഞത് വെറും 5-6 കോടി രൂപയാണെങ്കിൽ അതുകൂടി KPCCയുടെയും AICCയുടെ ഫണ്ടിൽ നിന്ന് എടുത്താൽ പോരായിരുന്നോ? അങ്ങനെ ഒരു ചോദ്യം ഇതിന്റെ പുറകിൽ അങ്ങനെ മറഞ്ഞു കിടക്കുന്നുണ്ട് കേട്ടോ. ലക്ഷമില്ല, KPCC ഫണ്ടിൽ നിന്ന് പൈസ കൊടുക്കും, AICC ഫണ്ടിൽ നിന്ന് പൈസ കൊടുക്കും. ആരെങ്കിലും തന്നാ വാങ്ങിക്കും, പിന്നല്ലാതെ
ഞങ്ങൾക്ക് പൈസ ഉണ്ട്, ACC സഹായിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. കണ്ടില്ലേ, AICC സഹായിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതൊരു വെറും വാക്കാവുമോ എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. പക്ഷെ AICC സഹായിക്കാമെന്ന് VD സതീശന് നല്ല ഉറപ്പുണ്ട്. ആ ഒരു സഹായം കൊണ്ട് വീട് നിർമ്മിച്ചു കൊടുക്കാൻ കഴിയുമെന്നാണ് VD സതീശൻ ഇപ്പോഴും വിശ്വസിക്കുന്നത് കേട്ടോ. അപ്പൊ എൻ്റെ ഒരു വലിയ കൺഫ്യൂഷൻ ഇതാണ്, ഇങ്ങനെ ഒരു വലിയ പണം ഉണ്ടായിരുന്ന ഇവര് എന്തിനായിരുന്നു വെറുതെ നാട്ടുകാരെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ പത്രപ്രവർത്തകരെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടിയിട്ട്? ഒന്നും വേണ്ട. ഇടതുപക്ഷത്തെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ആ പിരിച്ച പൈസ എവിടെ, പൈസ എവിടെ, പൈസ എവിടെ, പൈസ എവിടെ, പൈസ എവിടെ എന്നീ ചോദ്യം ആവർത്തിച്ച് ചോദിപ്പിക്കാൻ വേണ്ടിയിട്ട് എന്തിനെങ്ങനെ മെനക്കെട്ടെ? നിങ്ങൾ ഒരു KPCCയും AICCയും മാത്രമായിട്ട് ചെലവഴിക്കുന്ന ഒരു തുകയായിരുന്നെങ്കിൽ nobody will never ask you any questions. കാരണം അത് നിങ്ങളുടെ പൈസയാണ്, നിങ്ങളുടെ അക്കൗണ്ടിലെ പൈസയാണ്. നിങ്ങളത് എങ്ങനെ ചെലവഴിച്ചു എന്ന് പൊതുജനം അറിയേണ്ട ആവശ്യമൊന്നുമില്ല. അത് നിങ്ങളുടെ പാർട്ടിക്ക് സ്വന്തമായിട്ടുള്ള പണമാണ്. പക്ഷെ ഇത് അതല്ല. ആപ്പ് വഴി പൊതുജനങ്ങളിൽ പിരിച്ച പൈസയുടെ കണക്കൊക്കെ ചോദിക്കുമ്പോൾ അത് ഏകദേശം നാട്ടുകാർക്ക് അറിയണമെന്ന് നിർബന്ധമുണ്ട് എന്നുള്ളതാണ്. ആർക്കും പറയാലോ, ആർക്കും എന്തും പറയാലോ, ആർക്കും പറയാലോ, ഇതൊക്കെ എന്ത് വേണേലും പറയാലോ. എന്ത് കള്ളത്തരമാണ് CPM പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്, നോണയിലെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അല്ലല്ല, അവിടെ അതിന്റെ വീട് പണി തുടങ്ങണമെന്ന് വെച്ച് കഴിഞ്ഞാല് പണം ഉണ്ടെന്നേ, പണം കൊടുക്കാൻ AICCയിൽ പൈസ തരും എന്ന് പറഞ്ഞത് ഞാൻ അന്ന് പത്രസമ്മേളനത്തിൽ പറഞ്ഞല്ലോ. ഇതൊക്കെ ആ വിഷയം ഇന്നലെ KPC പ്രസിഡന്റ് പറഞ്ഞ് ക്ലിയർ ചെയ്ത. വേറെ വല്ലോ ചോദിക്കും. എന്തായാലും ഇദ്ദേഹം ഭയങ്കര രസമാണ്. അദ്ദേഹത്തിന് ഉത്തരം പറയാത്ത, അല്ലെങ്കിൽ ഉത്തരം പറയാൻ ബുദ്ധിമുട്ടുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് തന്റെ മുമ്പിൽ എത്തുന്നതെങ്കിൽ നമ്മുടെ VD സതീശൻ ചേട്ടൻ വളരെ പെട്ടെന്ന് പറയും, നിർത്തിക്കളെ, വേറെ വല്ലതും ചോദിക്കുക. ആ ചോദ്യത്തിന് ഉത്തരം പറയാൻ പോകുന്നില്ല എന്നർത്ഥം. ആ ചോദ്യം അവിടെ നിർത്താം. അല്ലെങ്കിൽ ആ മൈക്കണ്ട് വാങ്ങിച്ചിട്ട് മറ്റൊന്റെ കയ്യിൽ കൊടുക്ക്. നീ ഇന്ന് ചോദിക്കണ്ട, നീ എന്നെ പ്രകോപിപ്പിക്കാൻ വരികയാണ്, ഞാൻ പിണറായി വിജയനെ പോലെ പെരുമാറുമോ എന്ന് നീയൊക്കെ പരീക്ഷിക്കാൻ വരികയാണ്. ഓ, നിന്റെ ചാനൽ ഏതാണ്? കൈരളിയാണല്ലേ? സ്വാഭാവികമായിട്ടും ഇത്തരത്തിലുള്ള ചോദ്യങ്ങളൊക്കെ വരുമെന്ന് എനിക്കറിയാം, അതുകൊണ്ട് ഞാൻ നിനക്ക് ഉത്തരം തരുന്നില്ല എന്ന രീതിയിലെല്ലാം മറുപടി പറഞ്ഞിട്ട് അതിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നുണ്ട് എന്നതാണ്. ഇനി നമുക്ക് ചൂരൽ മലയിലുള്ള ഒരു മനുഷ്യന്റെ കൂടി വർത്തമാനം നമ്മൾ കേൾക്കണം. ആ ചങ്ങാതി പറയുന്നത് ഇങ്ങനെയാണ് കേട്ടോ. അവർക്കെങ്കിലും ആ വീട് വെച്ച് കൊടുക്കണം. അവരിപ്പോഴും പ്രതീക്ഷിക്കുക വീട് കിട്ടും, കുന്നമ്പറ്റിൽ വീട് കിട്ടുന്നുണ്ട്. ഒരു കല്ലിൽ നമ്മൾ മറ്റൊരു കല്ല് വെക്കാത്ത സ്ഥിതി അപ്പോൾ നിങ്ങൾ പോയി നോക്കണം. അവിടെ ഞങ്ങൾക്ക് എന്താ പറയുക, വിഷമമുണ്ട്, പ്രയാസമുണ്ട്. ഞങ്ങളൊക്കെ കൂട്ടുകുടുംബത്തിന് ഇദ്ദേഹത്തിന്റെ കുടുംബത്തിൽ എത്രയോ പേരാണ് ആ ഒരു ചൂരൽമലയിൽ മരിച്ചു പോയത്. ഇദ്ദേഹത്തിന്റെ കുറെ ബന്ധുക്കള്, ആ ചൂരൽമലയിൽ വീട് നഷ്ടപ്പെട്ട ഒരുപാട് ബന്ധുക്കളുണ്ട്. ആ ബന്ധുക്കളൊക്കെ കോൺഗ്രസ് അനുഭാവികളാണ്. ആ കോൺഗ്രസ് അനുഭാവികൾ ഇപ്പോഴും വിശ്വസിക്കുന്നത് കോൺഗ്രസ് വീട് വെച്ച് തരുമെന്നാണ്. ആലോചിക്കണം, അവർ ഇപ്പോഴും വിശ്വസിക്കുന്നത് കോൺഗ്രസ് വീട് വെച്ച് തരുമെന്ന് തന്നെയാണ്. ഇദ്ദേഹം വളരെ വിഷമത്തോടെ പറയുന്നത്, അവർക്കെങ്കിലും, നിങ്ങൾ എല്ലാവർക്കും കൊടുക്കണമെന്നില്ല, നിങ്ങളുടെ പ്രത്യയ ശാസ്ത്രത്തിൽ വിശ്വസിക്കുന്ന, കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ വിശ്വസിക്കുന്ന, കോൺഗ്രസ് രാഷ്ട്രീയമാണ് ഞങ്ങളുടെയൊക്കെ സിരകളിൽ ഓടുന്നത്. അത് സ്വാതന്ത്ര്യ സമരം മുതലേ നമ്മുടെ പ്രപിതാക്കന്മാരുടെ സിരകളിൽ ഓടുന്ന ഒരു രക്തമാണ്, അതാണ് ഞങ്ങളിൽ ഓടുന്നത്. അതുകൊണ്ട് കോൺഗ്രസിനെ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞു നടക്കുന്ന അവർക്കെങ്കിലും നിങ്ങൾ വീട് വെച്ച് കൊടുക്കണമെന്നാണ് ആ ഒരു മനുഷ്യൻ ചൂരൽമലയിൽ നിന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവർ പറയുന്നതിലും ഒരു ശരിയില്ലേ? ബൈ.